Lord Jesus, as I stand here, Lord, to minister unto you, Lord, Lord, I humble myself, Lord. Lord, I declare my nothingness, Lord. I declare my total emptiness, Lord. I declare my total dependence upon your Holy Spirit, Lord. Yes, Lord Jesus, give me utterance, Lord. Speak through me, Lord Jesus. Lord, I am an earthen vessel, Lord. But your words are precious, Lord. Speak to us your words, which are spirit and life, Lord. അത് യേശു അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണല്ലോ. ആ വചനങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ആത്മാവ് വഴി ഞങ്ങളോട് ജീവന്റെ വചനങ്ങൾ സംസാരിക്കണമേ. ഹല്ലേലൂയ. അത് യേശുവേ. യെസ് ലോർഡ്. അങ്ങ് as you open the minds, ഹല്ലേലൂയ, അങ്ങ് ആ ശിഷ്യന്മാരുടെ ആ ഹൃദയങ്ങൾ തുറന്ന് അവരുടെ മനസ്സുകൾ തുറന്ന് ആ വചനങ്ങൾ മനസ്സിലാക്കത്തക്ക വിധം ആ മനസ്സുകൾ തുറന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ മനസ്സുകളും യെസ് ലോർഡ്, ഓപ്പൺ our minds, Lord, so that we can understand your word, Lord. Yes, Lord Jesus. Yes, Lord. Yes, Lord Jesus. Open our minds. Give us a teachable heart, Lord. A heart that loves you, Lord. A heart that is willing to obey your word, Lord, so that we will produce 100-fold for the glory of your kingdom, Lord. Yes, Lord Jesus, we promise to give you all the glory and the honor and our worship and our exaltation, Lord. For there is none like you. There is none like you. You alone deserve our worship, Lord. And we promise to give you all our worship, Lord Jesus. Hallelujah. Yes, Lord Jesus, today we pray, Father, we claim your word, Lord, in Mark 16:20, which declares that when your words are spoken, that you will accompany every word and that you will confirm it with signs and wonders. Yes, Lord, you are a covenant keeping God. Today, Father, we claim the greatest of miracle, greatest of sign, greatest of wonder, of reconciliation, Lord, of salvation, Lord. Yes, Lord Jesus, that every brother, every sister who hears these words will give their lives to you, Lord Jesus, will make you the Lord and Master of their lives. Father, we make this prayer in Jesus' name. 23-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ദൈവമെന്റെ എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. Lord is my shepherd, I shall not want. Hallelujah. എനിക്ക് സമൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു വന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? പിശാച് വന്നിരിക്കുന്നത് നിങ്ങളെ കക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി തരുവാൻ എന്ന് പറഞ്ഞ് സമൃദ്ധമായി തരുവാനാണ്. ദൈവം യേശു തരുന്നതിനൊക്കെ കുറവില്ല, സമൃദ്ധമാണ്. abundance. കാരണം അവന്റെ ഒരു വിശേഷം എന്താണ്? അവൻ എല്ലാത്തിനും മതിയായവനാണ്. Hallelujah. He is more than sufficient. He is more than sufficient. ഒന്ന് പറഞ്ഞു, എന്റെ ദൈവം എല്ലാത്തിനും മതിയായവനാണ്. എന്റെ ദൈവം എല്ലാത്തിനും മതിയായവനാണ്. ഞാൻ സ്വന്തമാക്കുമ്പോൾ എനിക്ക് കുറവുണ്ടാകുകയില്ല. ഒന്ന് പറഞ്ഞു, കുറവുണ്ടാകുകയില്ല. എനിക്ക് കുറവുണ്ടാകുകയില്ല. ഏറ്റു പറയുമ്പോൾ നിങ്ങൾക്ക് കുറവുണ്ടാകുകയില്ല. ആമേൻ. Hallelujah. നിങ്ങളത് ഏറ്റു പറയണം, എന്റെ ദൈവം എനിക്ക് ഒത്തിരി കുറവുണ്ടാകാൻ സമ്മതിക്കുകയില്ല എന്ന് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. അതുപോലെ കുറവുണ്ടാകുകയില്ല. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. ഗോഡ്സ് വേർഡ് ഞാൻ പറഞ്ഞില്ലേ, the words that I speak to you are spirit and life. എനിക്ക് എൻ്റെ സാമ്പത്തിക ജീവിതം ഒരു മരണത്തിലായിരിക്കും. I am bankrupt, I am in debt. പക്ഷെ അവിടെ ഒരു ജീവൻ തരുവാൻ പറ്റുന്ന ദൈവമാണ്, ദൈവത്തിന്റെ വചനമാണ്. എനിക്ക് ചിലപ്പോൾ എൻ്റെ ശരീരത്തിൽ അസുഖം വന്നിട്ട് ഞാൻ ഒരു മരണാവസ്ഥയിലായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം വന്നിട്ട് അവിടെ എനിക്കൊരു ജീവൻ തരുവാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും മതിയായവനാണ് നമ്മളുടെ ദൈവം. ഒന്നും കൂടെ പറഞ്ഞേ, എല്ലാത്തിലും മതിയായവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. വിശ്വാസം, യേശു ക്രിസ്തുവിനോട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ അനുഗ്രഹത്തിലേക്ക് പ്രാപിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വചനം യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, സങ്കടപ്പെട്ട് പറയുകയാണ്. ഒന്ന് വായിച്ചേ 38-39. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുക. അപ്പൊ നമുക്ക് യോഹന്നാൻ 17:3 കണ്ടു, നിത്യജീവൻ എന്ന് പറയുന്നത് അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. പക്ഷെ ഇവിടെ യേശു അവരോട് പറയുകയാണ്, വായിച്ചേ, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോൾ ഇന്ന് യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത വ്യക്തികളുടെ എന്തുകൊണ്ടാണ് പറ്റാത്തത്?
യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ ചിലപ്പോൾ ചരിത്രപരമായ ഒരു വ്യക്തി, നെപ്പോളിയൻ ഉണ്ടായിരുന്നു, ഹിറ്റ്ലർ ഉണ്ടായിരുന്നു, അതുപോലെ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ലാതെ അവൻ നിങ്ങളുടെ രക്ഷകനും നാഥനുമാണ്, അവനിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പൂർണ്ണമായിട്ട് അവന് സമർപ്പിക്കാൻ പറ്റുന്നവനാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അനുഗ്രഹങ്ങളുടെയൊക്കെ ഉറവിടം അവനാണ് എന്നൊന്നും വിശ്വസിക്കുന്നില്ല. ബാക്കി വായിച്ചേ. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ നിങ്ങൾ പഠിച്ച് നോക്കി തെരഞ്ഞു നോക്കുകയാണ്. കാരണം അതിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെ കുറിച്ചുള്ള സാക്ഷ്യം നൽകുന്നത്. ആ വചനങ്ങൾ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ നിങ്ങൾ കണക്കാക്കുന്നില്ല. പിന്നെ എങ്ങനെ ആ വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് എന്നെ മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. കാരണം റോമർ ലേഖനം 1-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്, ഈ വിശുദ്ധ ലിഖിതങ്ങളൊക്കെ അവനെ കുറിച്ചാണ്, യേശുവിനെ കുറിച്ചാണ്. ഒന്ന് വായിച്ചേ, റോമൻസ് 1 മുതൽ 3 വരെ. യേശുക്രിസ്തുവിന്റെ അടിമയും അപ്പോസ്തലനുമായിരിക്കുവാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്, ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് സംബന്ധിച്ചുള്ളതാണ് ഈ ഫരിസേയരെ നോക്കുന്നത്. ആ യേശുക്രിസ്തു അവരുടെ കൺമുമ്പേ തന്നെ പറയുകയാണ്, ഞാനാണ്. പക്ഷെ അവർ തള്ളിക്കളയുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവർ രക്ഷകനായിട്ട് അന്വേഷിക്കുന്ന വ്യക്തി യേശുക്രിസ്തു ഒഴിച്ച് ബാക്കി എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ യേശുക്രിസ്തു ആകുന്ന പറയുകയാണ്, വചനത്തോടെ പറയുകയാണ്, ഞാനാണ് രക്ഷകൻ. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അന്നത്തെ അവസ്ഥ ഇന്നും ജനത്തിന്റെ ഇടയിലുണ്ട്. Believe in Jesus. അതാണ് പറയുന്നത്, believe in God and believe also in me എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട്, let not your hearts be troubled, believe in God and believe also in me എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യരക്ഷയുടെ ഉറവിടം ആ യേശു ക്രിസ്തു തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സങ്കീർത്തനം 118-ാമത്തെ അധ്യായം 22-ാമത്തെ വചനത്തിൽ കേട്ടു അല്ലേ, അവർ ഉപേക്ഷിച്ച, പണിക്കാർ ഉപേക്ഷിച്ച കല്ലാണ് മൂലക്കല്ലായി വന്നത്. അപ്പോൾ ആ മൂലക്കല്ല് ഇസ് എ കോർണർസ്റ്റോൺ. ദാറ്റ് ഇസ് എ മെയിൻ സ്റ്റേ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മൾ മുറുകെ പിടിക്കേണ്ട ആ കല്ല് ആ യേശു ക്രിസ്തു ആണ്. ദാറ്റ് ഇസ് കോൾഡ് ദ ക്യാപ് സ്റ്റോൺ. ഇംഗ്ലീഷിൽ പറയുന്നത് ക്യാപ് സ്റ്റോൺ എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ 1 പത്രോസ് 2-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും ഈ മൂലക്കല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മൂലക്കല്ല് മനുഷ്യരുടെ ജീവിതത്തിൽ 2 തരത്തിലാണ് അവർ കാണുന്നത്. 2 തരത്തിലാണ് അതിൻ്റെ ഇഫക്റ്റ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന the manifestation of that stone in your life. അത് 2 തരത്തിലാണ് മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് പ്രവർത്തിക്കുന്നത്. ഒന്ന് വായിച്ചു കേൾക്കാം. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്, അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലജ്ജയ്ക്ക് അവസരമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഉയർത്തുകയേ ഉള്ളൂ. ബാക്കി വായിക്കാം. 1 Peter 2:7. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക്, അപ്പൊ 2 തരം കൂട്ടരുണ്ട്. ഒരുവർക്ക്, വിശ്വസിക്കുന്നവർക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് അവർ തട്ടി വീഴുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. ഒന്ന് അത് അഭിമാനത്തിന്റെ കല്ലാണ്, മറ്റത് ഇടർച്ചയുടെയും തട്ടി വീഴുന്നതും കല്ലാണ്. അപ്പോൾ ഈ യേശു ക്രിസ്തു ആകുന്ന മൂലക്കല്ല് ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് അത് അഭിമാനത്തിൻ്റെ കല്ലാണ്. മറ്റു കൂട്ടർക്ക് അത് എന്തിനാണ്? ഇടർച്ചയുടെയും തട്ടി വീഴുന്ന കല്ലാണ്. അത് ഒന്ന് വായിച്ചു കേൾക്കണം. ഈ തട്ടി വീഴുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പം 2 തരം. അപ്പോൾ ഈ മൂലക്കല്ല് ഒരു വ്യത്യാസമുണ്ട്. ഒരാൾ കാണുമ്പോൾ ഒരു സൈസ്, ഒരു ടൈപ്പ്, വേറെ ആൾ ഇവിടെ നോക്കുമ്പോൾ വേറെ ടൈപ്പാണോ?
മൂലക്കല്ലിന് വ്യത്യാസമില്ല. കാരണം ഹെബ്രായരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അപ്പോൾ മൂലക്കല്ലിന് വ്യത്യാസമില്ല. പക്ഷേ ആൾക്കാരുടെ നോക്കുമ്പോൾ അത് കാണുന്നത് അല്ലേ, ചിലർ നോക്കുമ്പോൾ അത് പച്ചക്കണ്ണാടി കൊണ്ട് നോക്കും, ചിലർ നീലക്കല്ലാണ് കണ്ണാടി. പലതരത്തിലുള്ള ഒരു ആനയെ പിള്ളേർ കാണാൻ പോയ ഒരു അല്ലേ ഒരു എന്തോ കഥയുണ്ടായിരുന്നല്ലോ, അതുപോലെ പലവരും കാണുന്നത് പലതരത്തിലാണ്. അപ്പോൾ ഒരു കൂട്ടർ കാണുന്നതും ആ യേശു ക്രിസ്തുവുമായിട്ട് അവരുടെ ബന്ധത്തിൽ നിന്ന് വരുന്നത് എന്താണ്? ഒരു അഭിമാനമാണ്, അഭിമാനത്തിൻ്റെ കല്ലാണ്. ഇപ്പുറത്ത് ഇടർച്ച വീഴുകയും തട്ടി വീഴുന്ന കല്ലാണ്. ഈ തട്ടി വീഴുന്നതിന്റെ കാരണം വചനത്തിൽ പറയുന്നുണ്ട്. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. പക്ഷെ നമ്മുടെ വിഷയത്തിൽ പോവാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കൂട്ടരുണ്ട്. ഒരു കൂട്ടര് യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെ കണ്ടിട്ട് അതിൽ നിന്ന് അഭിമാനമാണ് ഉണ്ടാകുന്നത്. മറ്റു കൂട്ടര് യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെ കാണുമ്പോൾ അവർക്ക് ഇടർച്ച ഉണ്ടാകുന്നത്, അവര് തട്ടി വീഴുകയാണ്. എന്തുകൊണ്ടാണ് വചനം പറയുന്നത്? നിങ്ങൾ വിശുദ്ധ ദൈവത്തിൻ്റെ വചനം ധിക്കരിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ബിക്കംസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, എ സ്റ്റോൺ ഓഫ് ഒഫൻസ് എന്നാണ് പറയുന്നത്, എ റോക്ക് ഓഫ് ഒഫൻസ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവമാകുന്ന വചനം തന്നെ നമ്മൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ജീവൻ തരുന്നത്. അപ്പോൾ കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. And the word became flesh and dwelt among us, and we beheld his glory, the glory as of the only begotten of the Father, full of grace and truth. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അല്ലേ, വചനം നമ്മുടെ ഇടയിൽ വസിച്ചു അല്ലേ, became flesh and dwelt amongst us. അപ്പോൾ യേശു ക്രിസ്തു ആകുന്ന ആ വചനം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. അതിലൂടെ മാത്രമേ നമുക്ക് ആ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുള്ളൂ, കൃപയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പിന്നെ യോഹന്നാൻ 1:16 പറയുന്നുണ്ട്, and of his fullness we have all received and grace for grace. കൃപയ്ക്കുമോൾ കൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:14 വായിച്ചേ. And the word became flesh. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പിന്നെ 17-ാമത്തെ വചനം എന്താ പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ കൃപ ആര് വഴിയാണ് ഉണ്ടായത്? യേശു ക്രിസ്തു വഴി. എഫെസ്യൻസ് 2-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം എന്താ പറയുന്നത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? കൃപയാൽ, വിശ്വാസം മൂലം, കൃപയാൽ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം മൂലം ഉള്ള കൃപയാൽ മാത്രമേ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ രക്ഷയുടെ ഉറവിടം ആരാണ്? യേശു ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിലല്ലാതെ രക്ഷ ഇല്ല. പിന്നെ നമുക്കറിയാം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, അപ്പോൾ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? യേശു ക്രിസ്തുവിനെയാണ്. നമ്മളുടെ രക്ഷ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, ദൈവം ഇസ് ഫുൾനെസ്. ദൈവം പറഞ്ഞു, ഐ കം ടു ഗിവ് യു ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് അബണ്ടൻസ് അല്ലേ. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് മാത്രമല്ല എനിക്ക് അബണ്ടൻസിലേക്ക്, ദൈവത്തിൻ്റെ ആ സമ്പന്നതയിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോഴും എനിക്ക് ദൈവത്തിൻ്റെ സമ്പന്നത ഉണ്ടാവും. ആ സമ്പന്നത ഏതൊക്കെ മേഖലയിലാണ്? എൻ്റെ ആത്മാവിലും എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും എനിക്ക് സമ്പന്നത ഉണ്ടാകും. There will be the prosperity and the abundance of God in your spirit, in your soul and in your body. ദൈവം അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ അബണ്ടൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കണം. ഇവിടെ പറയുന്നത് നമ്മൾ എന്തുമാത്രം അങ്ങനെയാണെങ്കിൽ ആ യേശുവിനെ ഞാൻ ആശ്രയിക്കണം. നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, എന്താണ്? കരബലത്താലല്ല, സൈന്യബലത്താലല്ല, പക്ഷേ എൻ്റെ ആത്മാവിലാണെന്ന് സൈന്യകർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു. അപ്പോൾ എന്നെ നേരിടുന്ന ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും പ്രതിബന്ധങ്ങളെയൊക്കെ ഞാൻ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ കഴിവിനാലല്ല, പക്ഷേ ദൈവത്തിൻ്റെ ആ ഇടപെടൽ. കാരണം കൃപ എന്ന് പറയുന്നത് എന്താണ്? കൃപ എന്ന് പറയുന്നത് അൺമെറിറ്റഡ് ഫേവർ,
അൺമെറിറ്റഡ് ഫേവർ. അർഹിക്കാത്ത ഒരു ദൈവത്തിൻ്റെ ഒരു ഉപകാരം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പ്രവൃത്തികൾ കൊണ്ടോ ഞാൻ ചെയ്ത കാര്യങ്ങളോ അത് നിയമം അനുസരിച്ചതുകൊണ്ടോ എനിക്ക് അർഹിക്കുന്ന ഒരു കാര്യമല്ല. കൃപയെന്ന് പറയുന്നത് അൺമെറിറ്റഡ് ഫേവർ, ദൈവത്തിൻ്റെ കരം, ദ ഹാൻഡ് ഓഫ് ഗോഡ് ഓൺ യുവർ ലൈഫ്. നോട്ട് ബിക്കോസ് യു മെറിറ്റഡ് ഇറ്റ്, ബട്ട് ഗോഡ് വിൽഡ് ഇറ്റ് ഓൺ യുവർ ലൈഫ്. ഗോഡ് ഗേവ് ഇറ്റ് യു ആസ് എ ഗിഫ്റ്റ്. അങ്ങനെ അപ്പോൾ ആ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവർ എടുത്ത് പറയുകയാണ് എങ്ങനെയാണ് ഞാൻ ആശ്രയിക്കുന്നത്, ആരെയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഒന്ന് വായിച്ചേ, ഹോസിയ 1:7. എന്നാൽ യൂദാ ഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും. വില്ലോ വാളോ യുദ്ധമോ യുദ്ധമോ കുതിരയോ കുതിരപ്പട്ടാളമോ അല്ല, അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും. Hallelujah. On the English ഞാൻ വായിക്കാം. Yet I will have mercy on the house of Judah, will save them by the Lord their God, and will not save them by bow, nor by sword, nor battle, or by horse, or by horsemen. അപ്പോൾ ഈ ലോകത്തിൽ ശക്തി അല്ലെങ്കിൽ ഒരു കംഫർട്ട് കിട്ടുന്ന ഒരു കാര്യത്തിലുമല്ല ഞാൻ രക്ഷിക്കുന്നത്. പക്ഷേ സൈന്യകർത്താവായ ദൈവം പറയുന്നത് ഞാൻ തന്നെ അവിടെ ഇടപെട്ടിട്ട് നിങ്ങളെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആശ്രയം ആയിലായിരിക്കണം, യേശു ക്രിസ്തു ആകുന്ന രക്ഷകനിലായിരിക്കണം. ആ രക്ഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, He wants to save you. He wants to give you abundance in your spirit, in your soul and in your body. പിന്നെ നമുക്കറിയാം സങ്കീർത്തനം 20-7 വളരെ വ്യക്തമായിട്ട് അവിടെയും പറയുന്നുണ്ട്, ആ ദൈവത്തിൻ്റെ ജനം ഈജിപ്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായ രീതിയിൽ രക്ഷിച്ചപ്പോൾ അവർ ഏറ്റു പറയുകയാണ് ആരിലാണ് അവർ ആശ്രയിച്ചതെന്ന്. ഒന്ന് വായിച്ചേ. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. It says some trust in chariots, some trust in horses, but we will call upon the name of the Lord our God. We will put our trust in the name of the Lord our God. We will remember the name of the Lord our God. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ നാമത്തിലാണ്. അതുകൊണ്ടാണ് റോമക്കാരോട് പറയുന്നത്, hallelujah, he who calls upon the name of the Lord shall be saved. Oh hallelujah, ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, കാരണം ദൈവത്തിന്റെ വാഗ്ദാനമാണ് അവൻ രക്ഷപ്പെടുത്തുന്നത്. കാരണം എന്താണ്? ദൈവത്തിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ആ ദൈവത്തെ ആരാധിക്കുകയാണ്. സങ്കീർത്തനം 23-3 പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകത, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ഇസ്രായേലിന്റെ സ്തുതികളിൽ ഉപവിഷ്ടനായ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഞാൻ എപ്പോൾ കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നു, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സാന്നിധ്യമുള്ളപ്പോൾ ദൈവം അവിടെ ഇടപെടും. ദൈവം ഇടപെടുമ്പോൾ അവിടെ നമുക്ക് വിജയം കിട്ടും. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ പലരും പ്രയാസങ്ങളും നമ്മുടെ എതിരെ വരുമ്പോൾ നമ്മളുടെ സ്വന്തം ജഡത്തിലുള്ള ശക്തിയെയാണ് ആശ്രയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കരബലത്താലല്ല, സൈന്യബലത്താലല്ല, എൻ്റെ ആത്മാവിലാണ് നിങ്ങൾക്ക് അവിടെ ശക്തി കിട്ടുന്നത്, ഒരു വിടുതലും ഒരു വിജയം കിട്ടുന്നതെന്ന്. പിന്നെ നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം 2 ക്രോണിക്കൽസ് ദിനവൃത്താന്തം 14-11 ഒന്ന് വായിക്കാമോ? അവിടെ ആദ്യം മുതലേ വായിക്കണം, എങ്കിലേ അതിൻ്റെ ഒരു ഫുൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആസ എന്ന് പറയുന്ന ജൂഡയിലെ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് ഹല്ലേലൂയ സെറ എന്ന് പറയുന്ന ഒരു ഈത്തോപ്യൻ ഒരു ആർമി അവിടെ എതിര് വരികയാണ്. അവിടെ നോക്കണം പ്രിയപ്പെട്ടവരെ, ഈ ജൂഡ എന്ന് പറയുന്ന ആ ഗോത്രത്തിൽ ആകെ 3 ലക്ഷം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുദ്ധത്തിൽ പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവരുടെ കൂടെ ബെഞ്ചമിൻ ഗോത്രത്തിലെ ആൾക്കാർ 2,80,000 പേരേ ഉള്ളൂ. മൊത്തം എത്ര പേരുണ്ട്? 5,80,000 പേരാണ് അവരുടെ കൂടെ യുദ്ധത്തിന് പോകാൻ തയ്യാറായത്. അതേസമയത്ത് സെറ എന്ന് പറയുന്ന ഈത്യോപ്യൻ ആ സൈന്യത്തിൻ്റെ മൊത്തം എണ്ണം 1 മില്യൺ ആയിരുന്നു. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. അപ്പോൾ ഏകദേശം ഇവരെക്കാൾ ഇരട്ടി ആൾക്കാർ. അതിൻ്റെ പുറമെ 300 രഥങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെയുള്ള യുദ്ധത്തിനുള്ള മറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇവരെക്കാൾ ഇരട്ടി ആൾക്കാർ കൂടിയാണ് ഇവരുടെ എതിരായിട്ട് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഹല്ലേലൂയ, ഈ ആസ എന്ന് പറയുന്ന രാജാവ് ഓ ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നത്. ഒന്ന് വായിച്ചേ. 2 ദിനവൃത്താന്തം 14-11, 2 Chronicles 14-11. അപ്പോൾ ആസ തന്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, നിലവിളിക്കണം. You must cry out to the Lord.
നിങ്ങൾ നിലവിളിക്കണം. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ കോൺട്രൈറ്റ് ഹാർട്ട്, എ ഹാർട്ട് ദാറ്റ് വീപ്സ്, ഇറ്റ്സ് എ ബ്രോക്കൺ ഹാർട്ട്. ബ്രോക്കൺ എന്ന മലയാളത്തിൽ പറയുന്നത് തകർന്ന ഹൃദയം. തകർന്ന ഹൃദയം. തകർന്ന ഹൃദയത്തോട് നിലവിളിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് മനസ്സറിഞ്ഞ് അവിടെ ദൈവം പ്രവർത്തിക്കും. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഏത് പ്രയാസങ്ങൾ പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ മുട്ടുമേ പോയി നിങ്ങൾ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു നുറുങ്ങിയ ഹൃദയത്തോടു കൂടി നിങ്ങളുടെ നിസ്സഹായം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ആ കഴിവുകളും എല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിന് അവിടെ ഇടപെട്ടിട്ട് ഒരു വിജയം തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ, ഓ നിങ്ങൾ കണ്ണീരോടുകൂടി നിങ്ങൾ പറഞ്ഞപേക്ഷിക്കുകയാണെങ്കിൽ ആ ദൈവം അവിടെ ഇറങ്ങി വരും. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ജെറമ്യ പ്രവാചന പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്. യു കോൾ ഔട്ട് മീ, യു ക്രൈ ഔട്ട് മീ ആൻഡ് ഐ വിൽ ആൻസർ യു. ഐ വിൽ ഷോ യു ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് ദാറ്റ് യു ഡു നോട്ട് നോ ഓഫ്. ഒന്ന് വായിച്ചേ. ആസയുടെ കാര്യത്തിന് മുമ്പ് നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ഒന്ന് മനസ്സിലാക്കണം. കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് പ്രിയപ്പെട്ട. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായാൽ, ദാറ്റ് ഈസ് എ വെപ്പൺ ഓഫ് യുവർ വാർഫെയർ. ദാറ്റ് ഈസ് എ വെപ്പൺ ഓഫ് യുവർ വാർഫെയർ. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ പടയാളിക്ക് അറിയണ്ടേ അവന് എന്തൊക്കെ തോക്കുണ്ട്. AK-47 ഉണ്ട്, ഗ്രനൈഡ് ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ടെന്ന് അറിഞ്ഞാലല്ലേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അവൻ്റെ കൂടെ ഉള്ളത് എന്താണെന്നറിയാതെ വെറുതെ പോയിട്ടുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റുമോ? അത് എന്താ ഉള്ളതെന്ന് മാത്രമല്ല അത് ഉപയോഗിക്കാനും അറിയണം. ഹലോ, അത് ഉപയോഗിക്കുവാനും അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുള്ള ട്രെയിനിങ് വേണം. അതുകൊണ്ട് ഹെബ്രായക്കാരുടെ പുസ്തകത്തിൽ പറയുന്നത് ദേ മസ്റ്റ് ബി സ്പിരിച്വൽ മെച്യൂരിറ്റി. നിങ്ങൾ ഇപ്പോഴും പാല് കുടിക്കുന്ന വ്യക്തികളായിരിക്കരുത്. നിങ്ങൾ അതിൻ്റെ ആ വാചനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിനേക്കാൾ കുറച്ചും കൂടെയൊക്കെ മെച്യൂർ ആയിരിക്കണം. സ്പിരിച്വൽ മെച്യൂരിറ്റി. അപ്പോൾ ജെറമ്യ 33:3 ഒന്ന് വായിച്ചേ. എന്നെ വിളിക്കുക, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. ഞാൻ മറുപടി നൽകും. ദൈവത്തിന്റെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. എന്നെ വിളിക്കുക, ഞാൻ ചിലപ്പോൾ മറുപടി നൽകും. എന്നെ വിളിക്കുക, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി പറയും. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. ദൈവം പറയും എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരും. എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരും. ഹലോ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ? അതെ. വിളിച്ചാൽ ദൈവം മറുപടി തരുമോ? അതെ. വായിച്ചേ. നിന്റെ ബുദ്ധിക്കതീതമായതും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ചിലപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടുമായിരിക്കും, എനിക്ക് ഇത്രയും വരുമാനമുണ്ട്, എനിക്ക് ഇത്രയും കടമുണ്ട്, ഞാനിത് എങ്ങനെ സോൾവ് ചെയ്യും? പ്രിയപ്പെട്ടവരെ, നിന്റെ ബുദ്ധിക്ക് അതീതമായ തരത്തിൽ ദൈവം വെളിപ്പെടുത്തി തരും അവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. നമ്മൾക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുകയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തി തരാൻ പറ്റും എവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം ദൈവം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനമാണ്, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങളുടെ വിളി കേൾക്കും. കേൾക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അത് ആസ രാജാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? വായിച്ചേ. കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കുവാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഹല്ലേലൂയ. ബലവാനാകുന്ന സെറ, അവന്റെ എതിരെ ബലഹീനനായി ഞങ്ങളെ സഹായിക്കുവാനായിട്ട് അവിടുന്നല്ലാതെ ആർക്കും പറ്റുകയില്ല എന്നവൻ കരഞ്ഞപേക്ഷിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ രഥത്തിലോ ഞങ്ങളുടെ കുതിരയിലോ ഞങ്ങളുടെ അമ്പിലോ ഞങ്ങളുടെ വാളിലോ അല്ല ഞങ്ങൾ ഈ സൈന്യത്തിനെതിരെ പോകുന്നത്, അങ്ങയുടെ നാമത്തിന്റെ എതിരെ കൂടെയാണ്. It is in your name that we are going against this mighty army. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. ആസായുടെയും യൂദയായുടെ മുമ്പിൽ കർത്താവ് എത്യോപ്യക്കാരെ പരാജയപ്പെടുത്തി. ആരാ പരാജയപ്പെടുത്തത്? ആസയല്ല, ആസയുടെ 5,80,000 പടയാളികളല്ല, കർത്താവ് അവരെ പരാജയപ്പെടുത്തി. ഇംഗ്ലീഷിൽ പറയുന്നത് and the Ethiopians fled എന്നാ പറയുന്നത്. ഓടി. ഹല്ലേലൂയ. പട്ടികളോടാണ് ഓടുകയില്ലേ, അതുപോലെ അവരോടി. അതേ ഫ്ലഡ് എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ ദൈവം, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിരൊന്നുമില്ല. അതാണ് റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം പറയുന്നത്. If God be for us, who can be against us? ഒന്ന് പറഞ്ഞേ. If God be for us, who can be against us? ആർക്കും പറ്റുകയില്ല. ഹല്ലേലൂയ. പിന്നെ അവിടെ പറയുന്നത് എന്താ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ പറയണം, ഓ ലോർഡ്, യു ആർ അവർ ഗോഡ്, ഡു നോട്ട് ലെറ്റ് മാൻ പ്രിവെയിൽ അഗെയിൻസ്റ്റ് ഗോഡ് എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിന്റെ വചനം. ഡു നോട്ട് allow man to prevail against us എന്നല്ല പറഞ്ഞത്. ആരാന്ന് പറഞ്ഞത്? ഒന്ന് വായിച്ച അവസാനത്തെ. ദൈവമേ, നീ ഞങ്ങളുടെ ദൈവമാണ്.
ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങക്കെതിരെ മർത്യൻ പ്രബലനാകരുത്. കാരണം എന്താണ്? ഹു ഹാസ് ടേക്കൺ ഓവർ? ആസ എന്ന് പറഞ്ഞ ആ രാജാവും അവന്റെ സൈന്യവും പുറകിലായി. മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? ദൈവമാണ് നിൽക്കുന്നത്. പരാജയം എന്നുള്ളത് ആർക്കാ പരാജയം വരുന്നത്? ദൈവത്തിന്റെ നാമത്തിനാണ് പരാജയം വരുന്നത്. ഓ ഹല്ലേലൂയ! കാരണം ദൈവത്തിന്റെ വചനം പലയിടങ്ങളിലും കേൾക്കും. ഫോർ ഹിസ് നെയിംസ് സേക്ക് ഹി ഡിഡ് ഇറ്റ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അത് ചെയ്തു. കാരണം ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. അവൻ നിന്നെ ലജ്ജിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ലജ്ജ വന്നിട്ടുണ്ടെങ്കിൽ ലജ്ജ വരുന്നത് ദൈവത്തിനാണ്. ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? ലജ്ജ ദൈവം നീ ലജ്ജിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ ലജ്ജ വരികയാണെങ്കിൽ ലജ്ജ ആർക്കാണ്? ദൈവത്തിനാണ്. അവിടെ പറയുന്നത് ലെറ്റ് നോട്ട് മാൻ പ്രിവെയിൽ അഗെയിൻസ്റ്റ് ഗോഡ് എന്നാണ് ആസ പറയുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് കീഴിലാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവമാണ്. നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ജെസോഫാത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് 2 ക്രോണിക്കൽസിൽ 1 ക്രോണിക്കൽസ് ഇനി ക്രോണിക്കൽസിൽ നമുക്ക് വായിച്ചു കേൾക്കുന്നതാണ്. ദൈവം പറയുന്നത് എന്താണ്? ഓ ഹല്ലേലൂയ, ദി ബാറ്റിൽ ബിലോങ്സ് ടു ദി ലോർഡ് എന്നാണ് പറയുന്നത്. ഈ യുദ്ധം ദൈവത്തിൻ്റെതാണ്. യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ വിക്ടറി ദാറ്റ് ദി ലോർഡ് വിൽ ഗിവ്. നിങ്ങൾക്ക് തരുന്ന വിജയം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, അങ്ങനെ വായിച്ചു കേൾക്കും. നേരത്തെ കേട്ടല്ലോ, ലെറ്റ് നോട്ട് മാൻ പ്രിവെയിൽ അഗെയിൻസ്റ്റ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചു പെട്ടെന്ന്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-18. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. The gates of hell shall not prevail against your church എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനെ വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ദൈവത്തിൻ്റെ സഭയുടെ എതിര് വരാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ സഭയുടെ എതിര് വരാൻ പറ്റുകയില്ല. അത് കാരണം എന്താണ്? ദൈവം നമ്മളെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിച്ചവരാണ്. നമ്മൾ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് ഹല്ലേലൂയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വാങ്ങിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? സ്വർണ്ണമോ വെള്ളിയോ കൊണ്ടല്ല, അതിനുപരി കുഞ്ഞാടിൻ്റെ രക്തത്തിലാണ്. അല്ലേ? ഇറ്റ്സ് ബൈ ദി സ്പോട്ട്ലെസ്, ദ ബ്ലെമിഷ് ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റേതുപോലെയുള്ള രക്തത്താലാണ് ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് പ്രിയപ്പെട്ടവരെ. യു ആർ എ സ്പെഷ്യൽ ട്രഷർ, യു ആർ എസ് പർച്ചേസ്ഡ് പൊസഷൻ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ദൈവത്തിൻ്റെ ആ വാഗ്ദാനത്തിൻ്റെ കീഴിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ ദൈവത്തിനൊരു കടമയുണ്ടെന്ന് തന്നെ പറയാം. ബിക്കോസ് ഹീസ് എ കവണന്റ് കീപ്പിംഗ് ഗോഡ്. വാഗ്ദാനത്തിൽ വിശ്വസ്തനായ, ഉടമ്പടിയിൽ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ആ സംരക്ഷണയുടെ കീഴിൽ വരുന്നത് എത്ര മനോഹരമാണ്. ഇറ്റ് ഈസ് സോ പ്രഷ്യസ് ടു ബി അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്. നമുക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞത്, ദൈവം എൻ്റെ ഇടയനാണ്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. എനിക്കൊരു കുറവും ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കണം. നമ്മളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ നേരിടേണ്ടത് നമ്മളുടെ ശക്തിയാലോ നമ്മളുടെ അറിവിനാലോ നമ്മളുടെ ചിന്തകൾ കൊണ്ട് മാത്രമല്ല, അതിനുപരി നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടെ പ്രവർത്തിക്കുവാനുള്ള നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കും.